കണ്ടോ അശ്വതേ, നിന്റെ ചെറിയ മാറ്റം കണ്ടപ്പോഴേ എല്ലാവർക്കും എന്തുമാത്രം സന്തോഷമായെന്ന് കണ്ടോ? അതെ, നീ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയ എല്ലാവരും അതിന്റെ 100 ഇരട്ടി സ്നേഹം തിരിച്ചു തരും. ഇവരെന്തോ വലിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്, സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും, അത് ഉറപ്പാ. ചേച്ചി, ഇന്ന് ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഞാൻ കാരണം എല്ലാവരും വിഷമിച്ചതല്ലേ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുക, എനിക്ക് ദുർഗയോടും കിരണോടും യാതൊരു താല്പര്യ കൂടുതലും ഇല്ല. എനിക്ക് വലുത് നീ നമ്മുടെ മോനും തന്നെയാ. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ആർക്കറിയാം സത്യം. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഓ, അത് മതി. ഒന്ന് നിന്നേ. ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചോ, എല്ലാ പെണ്ണുങ്ങൾക്കും സ്വന്തം ഭർത്താവ് തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ദേഷ്യം ആ തെറ്റ് മറച്ചു വെച്ച് അഭിനയിക്കുന്നതാ. തന്റെ ഭർത്താവ് തന്നോടൊന്നും ഒളിക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ പെണ്ണിന്റെയും ധൈര്യം. എന്തെങ്കിലും അതിന് വ്യത്യാസം വന്നാ പിന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇതൊക്കെ ഇപ്പൊ എന്നോട് പറയുന്നത് എന്തിനാ ചന്ദ്ര? പറഞ്ഞെന്നേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. വന്ന ഈ ചന്ദ്രമതി ആരാന്ന് നിങ്ങൾ അറിയും. നശിപ്പിക്കുമല്ല ഞാൻ. എന്താ, എന്നോട് എന്തെങ്കിലും മറക്കുന്നുണ്ടോ? എന്തു മറയ്ക്കാൻ? നീ പോയി ജോലി നോക്ക ചന്ദ്ര. എന്തൊക്കെയോ പന്തികേട് മണക്കുന്നുണ്ടല്ലോ. ഒരു കാരണവും ഇല്ലാതെ അവൻ ഇത്രയും അധികാരത്തോടെ വീട്ടിൽ കയറി വന്ന് സ്വാതന്ത്ര്യം എടുത്ത് പറയുമോ? ചെയ്ത തെറ്റിനെക്കുറിച്ച് അഷിക്കിപ്പോ നല്ല ബോധ്യമുണ്ട്. ഇനി അവളുടെ ഭാഗത്തുനിന്ന് അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അവൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ എല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട്. അഷി ധനുമോളുടെ അടുത്തേക്ക് പോയിരിക്കുക. ധനുമോളെ, സോറി. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാൻ അപ്പം അറിയാതെ മോളെ തല്ലിയതാ. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണേ. ദേ, 1000 സോറി കേട്ടോ. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ അറിവില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും ഞാൻ നിങ്ങളെല്ലാവരെയും ബുദ്ധിമുട്ടിച്ചു എന്ന് എനിക്കറിയാം. ഇനി എന്റെ ഭാഗത്തുനിന്ന് അത്തരം തെറ്റുകളൊന്നും ഉണ്ടാവില്ല. ഓ, ഇവൾക്കിതെന്താ പറ്റിയത്? ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു മാറ്റം ഇവൾക്ക് വരാൻ ഒരു സാധ്യതയില്ലല്ലോ. എന്തോ വലിയ കള്ളത്തരത്തിനുള്ള കള ഒരുക്കുക. നോക്കാം. ഞാനെങ്ങനെയാ ഇത്ര പെട്ടെന്ന് മാറിയതെന്ന് നിങ്ങക്ക് സംശയം തോന്നുമല്ലേ? ശരിയാ, കുട്ടിക്കാലം തൊട്ടേ എനിക്കൊരു കുഴപ്പമുണ്ട്. ദേഷ്യം വന്നാ പിന്നെ എന്താ ചെയ്യുന്നതെന്നോ എന്താ പറയുന്നതെന്നൊന്നും ഒരു ബോധവും ഉണ്ടാവില്ല. അത് മാറ്റാനും തിരുത്താനും എന്റെ അമ്മയ്ക്കേ സാധിക്കാറുള്ളൂ. ഇപ്പൊ അമ്മയും അപ്പച്ചയും ഞാൻ ചെയ്ത കാര്യങ്ങളിലെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ ഞാൻ കാരണം ഇനി നിങ്ങൾ ആരും വിഷമിക്കാൻ പാടില്ല എന്ന് ഞാൻ മനസ്സുകൊണ്ട് ഉറപ്പിച്ചു. ഇവള് കൊള്ളാലോ, അഭിനയിച്ചങ്ങ് തകർക്കുവാണല്ലോ. പൂർണിമയുടെ അടുത്ത് ഇതൊക്കെ കേൾക്കോ എന്തോ. പൂർണിമ ചേച്ചി, ഞാൻ നേരത്തെ എന്തൊക്കെയോ പറഞ്ഞു. ചേച്ചി അതൊന്നും മനസ്സിൽ വെക്കരുത്. ഇല്ല അഷിതേ, ഒന്നും സാരമില്ല. അഷിത എന്തോ പ്ലാൻ ചെയ്തിട്ടുള്ള മാറ്റമാണല്ലോ ഇത്.
ചെറിയമ്മ അപ്പച്ചയും കൂടി എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ലതിനാവണേ ദേവി. ഞാൻ ഇനി മുതൽ ഒരു പുതിയ ആളായിരിക്കും. ഈ വീടിന് ചേർന്ന മരുമകളും ആയിരിക്കും. ഞാൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നന്നായി യശിതേ. ഇങ്ങനൊരു തിരിച്ചറിവുണ്ടായാൽ തന്നെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്കത് പരിഹാരമാവും. എടുത്തുചാടി ഒരു തീരുമാനം എടുക്കുന്നതുകൊണ്ടോ കുത്തുവാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതുകൊണ്ടോ നമ്മൾ ആരും ഒന്നും നേടില്ല. കുടുംബത്തിൽ നമ്മൾ കാരണം ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല എന്ന് ഓരോരുത്തരും ചിന്തിച്ചാൽ തന്നെ ആ വീട് ഒരു സ്വർഗമായിട്ട് തനിയെ മാറിക്കോളും. പൃഥ്വി, നിനക്കിപ്പോ സന്തോഷായില്ലേ? അതെ ചേച്ചി. അഷിത ശരിക്കും മാറിയതാണോ അതോ ഇവളെതെല്ലാം വെറുതെ പറയുന്നതാണോ? കണ്ടോ അശ്വതേ, നിന്റെ ചെറിയ മാറ്റം കണ്ടപ്പോഴേ എല്ലാവർക്കും എന്തുമാത്രം സന്തോഷമായെന്ന് കണ്ടോ? അതെ, നീ എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങിയ എല്ലാവരും അതിന്റെ 100 ഇരട്ടി സ്നേഹം തിരിച്ചു തരും. ഇവരെന്തോ വലിയ പരിപാടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും, അതുറപ്പാ. ചേച്ചി, ഇന്ന് ലഞ്ച് ഞാൻ പ്രിപ്പയർ ചെയ്യാം. ഞാൻ കാരണം എല്ലാവരും വിഷമിച്ചതല്ലേ. എല്ലാവർക്കും ഉള്ള ഭക്ഷണം എന്റെ കൈകൊണ്ട് തന്നെ ആയിക്കോട്ടെ. നല്ല കാര്യം അശ്വതേ. നീ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഫുഡുണ്ടല്ലോ, വളരെ നന്നായിരുന്നു. ലഞ്ചിന് എന്ത് പ്രിപ്പയർ ചെയ്യാനാ പ്ലാൻ? ദൈവമേ, പെട്ടല്ലോ. അത് ഞാൻ ഉണ്ടാക്കിയിട്ട് പറയാം. അതാ നല്ലത്. എല്ലാം ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ, അല്ലേ അമ്മേ? അതെ അതെ. എന്നാ ഇനി സമയം കുറവാ, മോള് പോയി പാചകം തുടങ്ങിക്കോ. ഞങ്ങൾ ഇറങ്ങാം. നീ പെട്ടെന്ന് വരാൻ പറഞ്ഞ് വിളിച്ചോണ്ട് വീട്ടിലൊന്നും അറേഞ്ച് ചെയ്യാതെ വന്നേ. ഇനിയിപ്പോ ഊണ് വെച്ചിട്ട് പോയാ പോരെ? അത് സാരമില്ല, ഊണ് പിന്നെയും കഴിക്കാലോ. വീട്ടിൽ ചെന്നിട്ട് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, അതാ. ഓക്കെ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, പോയിട്ട് വരാം. ശരി. അഷിതയുടെ പെരുമാറ്റത്തില് എന്തോ ഒരു കുഴപ്പമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ലേ? അവൾ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഫുഡിൽ പണി തരാനായിരിക്കോ? പക്ഷേ അഷിതയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ. എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലത്.